എൻ്റെ അമ്മേ സഭ പറയട്ടെ ചോദ്യം സക്സസ്ഫുൾ ആയിട്ട് ഒരു സീസൺ മൊത്തം ഡാൻസ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്താണ് സൗഭാഗ്യം തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ 18th 19th ആയിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ആർട്ട് ഫോംസും ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു, അതുപോലെ കുച്ചിപ്പുടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നു. അതേപോലെ 2025 ഒരു നല്ലൊരു സ്റ്റാർട്ട്. ജാനുവരി മന്ത് ഓൾമോസ്റ്റ് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു എൻ്റെ സ്റ്റുഡൻസിന്. ആക്ച്വലി എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നതിനെക്കാട്ടിലും എൻ്റെ സന്തോഷം എൻ്റെ സ്റ്റുഡൻസ് സ്റ്റേജിൽ കളിച്ച് കാണുന്നത് തന്നെയായിരുന്നു. അത് മുമ്പ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആക്ച്വലി അതിൻ്റെ ഫീലിംഗ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. ഇന്ന് ഞാനത് റിയലൈസ് ചെയ്യുന്നു. ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റേജിൽ കളിക്കുന്നതിനെക്കാട്ടിലും 100 മടങ്ങ് സന്തോഷം എൻ്റെ സ്റ്റുഡൻസ് കളിക്കുന്നത് കാണുന്നത് തന്നെയാണ്. ഓഫ്കോഴ്സ് അവർക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഓരോ സ്റ്റേജ്. ബട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഓരോ സ്റ്റേജ് കൂടുന്തോറും ദേ ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ അതിലൊരു വളരെ സന്തോഷമുണ്ട്. ആൻഡ് മോസ്റ്റ് സർപ്രൈസിങ് കാര്യം, നിങ്ങളെല്ലാവരും ഇത് കവർ ചെയ്യാൻ വന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു സർപ്രൈസാണ്. കാരണം യൂഷ്വലി ക്ലാസിക്കൽ ഡാൻസസൊക്കെ അങ്ങനെ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടികളുടെ ഈ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിന് അത് കുറേ ആൾക്കാരിൽ എത്താനായിട്ട് നിങ്ങളൊരു റീസണാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇന്ന് 51 പേരുണ്ടായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളാണ്. അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോ അമ്പലത്തിൽ ഓരോ സ്റ്റേജസ് ആയിട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേജ് ഫിയർ മാറാനും സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഏതാ കുട്ടികളെയോ? ഡാൻസ് ഞങ്ങളുടെ ഡാൻസ് അക്കാഡമിയുടെ പേര് താരാ കല്യാൺ ഡാൻസ് അക്കാഡമി എന്നാണ്. താരാ കല്യാൺ ഡാൻസ് അക്കാഡമിയുടെ സ്റ്റുഡൻസാണ്. 51 പേരാണ് ഇന്ന് ഇവിടെ ആറ്റുകാൽ അമ്പലത്തിൽ ഡാൻസ് ചെയ്തിരിക്കുന്നത്. ആസ് എ പാരന്റ്, ആസ് എ ഹസ്ബൻഡിന് ഭയങ്കര പ്രൗഡ് മൂമെൻ്റാണ്. ഫാമിലിയിൽ നിന്ന് തന്നെ 2 പേര് ചെയ്തു. മോള് പുതിയൊരു ആർട്ട് ഫോം പഠിച്ചു, അരങ്ങേറ്റം കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും പെർഫോമൻസ് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് അടുത്ത ഒരാൾ പുതിയ രംഗപ്രവേശം ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം. ഇതൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത സൗഭാഗ്യക്ക് പറഞ്ഞാൽ തീരാത്തത്രയും ബ്ലെസ്സിങ്സും ഒരു വല്ലാത്തൊരു നല്ലൊരു ഫീല്. വൈഫിൻ്റെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം. പിന്നെ ഒരു പാട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. നമ്മുടെ ഫാമിലി ബിസിനസ് ഇങ്ങനെ വളരട്ടെ, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.